സമസ്ത നേതൃത്വത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. അടുത്ത മാസം 5-ന് കോഴിക്കോട് ചേരുന്ന മുഷാവറ യോഗത്തിൽ വിശദീകരണം നൽകാമെന്ന് നേതൃത്വത്തെ അറിയിച്ചു. സമസ്ത നേതൃത്വത്തെയും സുപ്രഭാതത്തെയും പരസ്യമായി വിമർശിച്ചതിനാണ് സമസ്ത വിശദീകരണം തേടിയത്. ഇതിനുള്ള മറുപടിയാണ് സമസ്ത കാര്യാലയത്തിൽ രേഖാമൂലം എത്തിച്ചത്. അഷ്കർ അലിയുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അഷ്കർ, വലിയ വിവാദങ്ങൾക്കാണ് ബഹാവുദ്ദീൻ നദ്വി റിപ്പോർട്ടറിനോട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ വഴിവെച്ചിരുന്നത്. ഇതിലാണിപ്പോൾ മുഷാവറ യോഗത്തിൽ എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കാമെന്ന് സമസ്ത നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഈ വിശദീകരണ കുറിപ്പിൽ ഉണ്ടോ? ബിനിൽ, സമസ്ത നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സമസ്ത അധ്യക്ഷന് നേരെയും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് നേരെയും ഒരു കേന്ദ്ര മുഷാവറ അംഗം തന്നെ ഇത്തരത്തിൽ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ തന്നെ സമസ്ത നേതൃത്വം ഒരു മുഷാവറ അംഗണത്തിന് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ വലിയ ഭിന്നത രൂക്ഷമായ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസിലാണ് ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മറുപടി നൽകിയിരിക്കുന്നത്. അഥവാ നേരത്തെ തന്നെ കാര്യം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് സമസ്തയുടെ സംഘടനാപരമായ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് ഈ പരസ്യ പ്രസ്താവനയിൽ 2 ദിവസത്തിനകം വിശദീകരണം നൽകാനായിരുന്നു ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് തന്നെ ഇദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. സമസ്തയുടെ കാര്യാലയം ചേളാരിയുള്ള സമസ്തയുടെ കാര്യാലയത്തിൽ നേരിട്ട് ഇത്തരത്തിൽ കത്ത് എത്തിച്ച് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത്. വിശദീകരണത്തിൽ പറയുന്ന കാര്യം, നിരവധി കാര്യങ്ങൾ തന്റെ ഭാഗത്തു നിന്ന് പറയാനും നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം വിശദീകരിക്കുക സാധ്യമല്ല. അത് ജൂൺ 5-ന് ചേരുന്ന സമസ്തയുടെ മുഷാവറ യോഗത്തിൽ തന്റെ കാര്യങ്ങളും തന്റെ നിലപാടുകളും താൻ ഏത് വിധത്തിലാണ് പ്രസ്താവന നടത്തിയത് അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ജൂൺ 5-ന് ചേരുന്ന മുഷാവറ യോഗത്തിൽ വിശദീകരിക്കാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നേതൃത്വത്തിന് മറുപടി ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം രേഖാമൂലം തന്നെ സമസ്തയുടെ ഓഫീസിൽ എത്തിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ജൂൺ 5-ന് ചേരുന്ന സമസ്തയുടെ മുഷാവറ യോഗം തന്നെയായിരിക്കും ഇനി ഈ കാര്യത്തിൽ നിർണായകമാവുക. പ്രത്യേകിച്ച് ഈ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പോലും വലിയ അതൃപ്തി സംഘടനയ്ക്കകത്ത് ഉടലെടുത്തിട്ടുണ്ട്. 2 വിഭാഗമായി ഈ ഘട്ടത്തിൽ സമസ്തയിലെ നേതാക്കളും കീഴ്ഘടകങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നേരത്തെ മുക്കം ഉമർ ഫൈസി അടക്കമുള്ള അതുപോലെ തന്നെ സമസ്തയുടെ യുവജന നേതാക്കൾ അടക്കമുള്ളവർ പലരും നടത്തിയ പരാമർശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ വിഭാഗം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെതിരെ ഒന്നും തന്നെ സമസ്ത നേതാക്കൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി നടത്തിയ പ്രസ്താവനയ്ക്ക് മാത്രം ഇത്തരത്തിൽ വിശദീകരണം തേടിയത് അത് അനുചിതമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് ഒരു വിഭാഗം പങ്കുവെക്കുന്നത്. എന്നാൽ മറുവിഭാഗമാണെങ്കിൽ സമസ്തയുടെ പ്രസിഡന്റിന് നേരെയും അതുപോലെ തന്നെ സമസ്തയുടെ തന്നെ മുഖപത്രമായ സുപ്രഭാതത്തിന് നേരെയും, അതും ആ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററും പബ്ലിഷറുമായിട്ടുള്ള ഒരു വ്യക്തി, അത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പരസ്യമായ ഒരു മാധ്യമത്തിലൂടെ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ചത് ശരിയായില്ല, അത് സംഘടനാപരമായ അച്ചടക്ക ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മറുവിഭാഗം രംഗത്തെത്തി. സ്വാഭാവികമായും ഈ 2 വിഭാഗങ്ങളും തമ്മിൽ ഇപ്പോൾ പരസ്പരം ചേരിതിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത നേതൃത്വത്തിന് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ലീഗ് സമസ്ത തർക്കവും അതുപോലെ തന്നെ സമസ്തയിലെ രൂക്ഷമായ വിഭാഗീയതയും ആഭ്യന്തര തർക്കങ്ങളും ഒക്കെ തന്നെ ജൂൺ 5-ന് ചേരുന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ചർച്ചയാവും. സ്വാഭാവികമായും ആ മുഷാവറ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ചർച്ചകളൊക്കെ തന്നെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിനിൽ, വ്യക്തമാണ്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. സമീപകാലത്തില്ലാത്ത വിധത്തിൽ വിഭാഗീയത മറനീക്കി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടിയത്. അതിൽ ജൂൺ 5-ന് ചേരുന്ന കേന്ദ്ര മുഷാവറ യോഗത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാമെന്ന മറുപടിയാണ് ഇപ്പോൾ സമസ്ത നേതൃത്വത്തിന് ബഹാവുദ്ദീൻ നദ്വി നൽകിയിട്ടുള്ളത്. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.